ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിലൊക്കെ പാർട്ടി ഉണ്ടാകുന്ന സമയത്ത് സാധാരണ ഉണ്ടാക്കാറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ ഒരു കപ്പ് ക്യാരറ്റ് ഉണ്ട്, കട്ട് ചെയ്തതിന് ശേഷം ഒരു കപ്പ് ഉണ്ട് കേട്ടോ. അത് നമുക്കൊരു പാനിൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കുക. അടച്ചു വെച്ചിട്ടൊക്കെ ആണെങ്കിലും വേവിച്ചാൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതവിടെ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഞാനിവിടെ 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് കുതിർന്ന് കിട്ടും. എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മുക്കി വെക്കുക. നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റ് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 2 കപ്പ് പാലൊന്ന് തിളയ്ക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 1/2 ലിറ്ററിൻ്റെ അടുത്ത് ഉണ്ടാവും. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ പഞ്ചസാര 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ എന്തായാലും മിൽക്ക് മെയ്ഡ് ചേർക്കുക. കാരണം ഒരു പാർട്ടിയിലൊക്കെ ഉണ്ടാകും, മിൽക്ക് മെയ്ഡും കൂടി ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ പഞ്ചസാര അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ പാല് വെക്കുന്ന അതേ സമയം തന്നെ നമ്മൾ അടുത്ത അടുപ്പിൽ ചൈന ഗ്രാസും കൂടി ഒന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ നമുക്ക് ഇതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ള് വെള്ളം നല്ലോണം കുതിർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്തപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും കൂടി ഒരു 1/4 കപ്പും കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വേഗം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. കാരണം പാലും ഇതും ഒരേപോലെ ചൂടുണ്ടാവണം, എന്നാലേ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലേ പാല് പിരിഞ്ഞു പോവും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലും ഏകദേശം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചൂടോടെ തന്നെ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുകയും വേണം. പിന്നെ നമ്മൾ വീണ്ടും വെച്ചുകൊണ്ടിരുന്ന പാല് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചൈന ഗ്രാസും എവിടെയും കട്ട പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കിയെടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ക്യാരറ്റ് ഇനി ഒന്ന് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ക്യാരറ്റിലേക്ക് ഞാൻ 1/2 കപ്പ് പാല് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ തിളപ്പിച്ചാറ്റിയിട്ടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അരച്ചതിന് ശേഷം ഒട്ടും തന്നെ കട്ടയൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് അരക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായിപ്പോൾ. കാരണം തണുക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി തുടങ്ങും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടോടെ തന്നെ നമുക്കൊരു ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് അരിപ്പയിൽ കൂടെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം ക്യാരറ്റിൻ്റെ ആ ഒരു ചെറിയ പീസൊക്കെ ചിലപ്പോൾ ഇതിൽ പെട്ടിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും അരിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ചൈന ഗ്രാസ് ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ. നമ്മൾ ചൈന ഗ്രാസ് ഇല്ലാതെ ഒരുപാട് പുഡിങ്ങുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചൈന ഗ്രാസ് ഇല്ല എന്ന് പറയുന്നവർ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഒഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മേലെ ചെറുതായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ സെറ്റായി വരുന്ന സമയത്ത് അതും അങ്ങനെ തന്നെ തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് ചെറുതായിട്ടൊന്ന് കോരി മാറ്റി കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് സെറ്റായി തുടങ്ങുമ്പോൾ നമുക്കിതിൻ്റെ മേലെയായിട്ട് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാണാനൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ കുറച്ച് ചെറിയും നട്ട്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ 3 പാത്രത്തിൽ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ചെറിയ പാനിലാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ തണുപ്പിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇത് ഈസി ആയിട്ട് എടുത്ത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല പുഡിങ്ങാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അത്യാവശ്യം ഉണ്ടാവും നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.